നമസ്കാരം. ഇപ്പോൾ കിട്ടിയത് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയെ 6 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ജൂൺ 6 വരെയാണ് കസ്റ്റഡി കാലാവധി. 14 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണം എന്നതായിരുന്നു പോലീസിന്റെ ആവശ്യം. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, അങ്ങനെ ദിവസങ്ങൾ നീണ്ട നാടകീയതയ്ക്കൊടുവിൽ ഇന്നലെ അർദ്ധരാത്രിയിലാണ് പ്രജ്വൽ രേവണ്ണ എത്തിയത്. ഇപ്പോൾ 6 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. ഇനി എങ്ങനെയാകും പോലീസ് നടപടി? പ്രവിത, ഇതിൽ തീർച്ചയായും അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും എന്നറിയിച്ചിരുന്നു. അതേപോലെ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകി. അതായത് വിശദമായ ചോദ്യം ചെയ്യൽ ഈ കേസിൽ ആവശ്യമാണ്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഇന്നലെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇന്ന് രാവിലെ തന്നെ പുറത്തു വന്ന വിവരം, അതായത് ഇതിലെ പ്രധാനപ്പെട്ട തെളിവായിട്ടുള്ള മൊബൈൽ ഫോൺ ഉൾപ്പെടെ പ്രജ്വൽ നശിപ്പിച്ചു എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ എടുത്ത് വിശദമായി ചോദ്യം ചെയ്ത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്ന് തന്നെയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇന്ന് 3:30 വൈദ്യപരിശോധന പൂർത്തിയാക്കി പ്രജ്വലിനെ കോടതിയിൽ ഹാജരാക്കിയത്. അതിനുശേഷം വിശദമായിട്ടുള്ള വാദം, ഇരു ഭാഗങ്ങളുടെയും വിശദമായിട്ടുള്ള വാദം കേട്ടു. അതിൽ പ്രധാനമായും SIT ചൂണ്ടിക്കാട്ടിയത് ഈ വിഷയം തന്നെയാണ്. നിലവിൽ തന്നെ പ്രജ്വൽ ഈ കേസിലെ നിർണായക തെളിവുകൾ മൊബൈൽ ഫോൺ ഉൾപ്പെടെ നിർണായക തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കസ്റ്റഡി നൽകിയില്ലെങ്കിൽ അന്വേഷണത്തിൽ കടുത്ത പ്രതിസന്ധി ഉണ്ടാകും. അതുകൊണ്ട് 14 ദിവസത്തെ കസ്റ്റഡി നൽകണം എന്നതാണ് ഈ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. എന്നാൽ കോടതി 6 ദിവസത്തേക്ക് ജൂൺ 6 വരെയാണ് ഇപ്പോൾ കസ്റ്റഡി നൽകിയിട്ടുള്ളത്. ഇതിൽ പ്രജ്വൽ പറഞ്ഞിട്ടുള്ളത് ഈ കേസ് മാധ്യമങ്ങൾ ഉൾപ്പെടെ തെറ്റായ രീതിയിൽ അവതരിപ്പിച്ചു. തനിക്ക് വിദേശത്തുള്ള ഘട്ടത്തിൽ തന്നെ വലിയ മാനസിക സമ്മർദ്ദം നേരിട്ടിരുന്നു, ഡിപ്രഷൻ അനുഭവിച്ചിരുന്നു. അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട്. അത് ഡോക്ടറെ ഉൾപ്പെടെ കണ്ട സമയത്ത് അത് കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കസ്റ്റഡിയിൽ വിട്ടു നൽകരുത് എന്ന ആവശ്യമാണ് കോടതിയിൽ പ്രജ്വൽ ഉന്നയിച്ചത്. എന്നാൽ അത് കോടതി അംഗീകരിക്കാൻ തയ്യാറായില്ല. അന്വേഷണ സംഘത്തിന്റെ വാദം, അതായത് നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിൽ മുന്നോട്ട് പോകണമെങ്കിൽ പ്രജ്വലിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യൽ മാത്രമാണ് ഇന്ന് പൂർത്തീകരിക്കാൻ സാധിച്ചത്. ആ ചോദ്യം ചെയ്യലിൽ തന്നെ നിർണായകമായിട്ടുള്ള ചില കണ്ടെത്തലുകൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ തെളിവ് നശിപ്പിച്ചുമായി ബന്ധപ്പെട്ട്. അത് കോടതിയിൽ വിശദമായി തന്നെ ഈ SITയുടെ അഭിഭാഷകൻ കോടതിയെ ബോധിപ്പിച്ചു. അതുകൂടി പരിഗണിച്ചാണ് കോടതി ഇപ്പോൾ കസ്റ്റഡിയിൽ നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബംഗളൂരുവിൽ വെച്ച് ഈ അഭിഭാഷകനെ കാണുന്നതിന് വേണ്ടി കോടതി പ്രജ്വലിന് അനുമതി നൽകിയിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ 9:30 മുതൽ 11 മണി വരെ അഭിഭാഷകനെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി ഈ ഘട്ടത്തിൽ കോടതി ഈ ഉത്തരവിനൊപ്പം നൽകിയിട്ടുണ്ട്. എന്തായാലും കസ്റ്റഡി അപേക്ഷ നൽകി. ഈ 6 ദിവസം അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. ഇതിൽ നിലവിലുള്ള അന്വേഷണത്തിലെ പ്രതിസന്ധി, ഇതിലെ നിർണായക തെളിവുകൾ ഉൾപ്പെടെ ഈ മൊബൈൽ ഫോൺ ഉൾപ്പെടെ കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യം, അതിലൊക്കെ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി ഈ 6 ദിവസം അന്വേഷണ സംഘം ഉപയോഗപ്പെടുത്തും. ഒരുപക്ഷെ ഈ ഹാസനിൽ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം പോകും എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അത്തരം നടപടിയിലേക്ക് അന്വേഷണ സംഘം കടന്നു. 6 ദിവസത്തേക്ക് ജൂൺ 6 വരെയാണ് കസ്റ്റഡി കാലാവധി നൽകിയിട്ടുള്ളത്. പ്രജ്വലിന്റെ എല്ലാ വാദങ്ങളും കോടതി നിരാകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഡിപ്രഷൻ ഉൾപ്പെടെയുള്ള പല വാദങ്ങൾ നിരത്തി. തെറ്റായ രീതിയിൽ തന്നെ മാധ്യമങ്ങൾ ഉൾപ്പെടെ വേട്ടയാടി അന്വേഷണ സംഘം മാധ്യമങ്ങൾ വേട്ടയാടി എന്നുള്ളതാണ് പ്രജ്വൽ രേവണ്ണ കോടതിയിൽ പറഞ്ഞത്. പക്ഷേ ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയെ 6 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് കോടതി. വിവരങ്ങളാണ് ബംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പ നൽകിയത്. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് പ്രതിപട്ടികയിലുള്ളവരാണ് എന്നതിന് തെളിവില്ലെന്ന് ഹൈക്കോടതി. സമൂഹത്തിന്റെ വികാരം കണക്കിലെടുത്ത് ജാമ്യം നിഷേധിക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു. 19 പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചുള്ള ഉത്തരവിലാണ് പരാമർശം. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഈ കേസിൽ സിദ്ധാർത്ഥിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് പ്രതിപട്ടികയിലുള്ളവരാണ് എന്നതിന് തെളിവില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഈ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതി ജാമ്യം അനുവദിക്കുമ്പോൾ ഇനി എന്താണ് വാദിഭാഗത്തിന് ചെയ്യാനുള്ളത്? മാത്രമല്ല, എന്തൊക്കെ മറ്റു കാര്യങ്ങളാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത്? ഒരു സർപ്രൈസ് ഓർഡർ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. കാരണം ഈ കേസിന്റെ മെറിറ്റിലേക്ക് കോടതി കയറിയിരിക്കുന്നു. പൂക്കോട് വെറ്റിനറി സർവകലാശാല സിദ്ധാർത്ഥന്റെ മരണത്തിൽ
പ്രതികൾ സിദ്ധാർത്ഥനെ ആത്മഹത്യയിലേക്ക് നയിച്ചതിന് മതിയായ തെളിവുകളില്ല എന്നാണ് ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി പറയുന്നത്. അതായത് ഈ കേസിന്റെ മെറിറ്റ് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇത് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സമൂഹത്തിന്റെ വികാരം കണക്കിലെടുത്ത് പ്രതികൾക്ക് ജാമ്യം നിഷേധിക്കാനാകില്ല എന്നാണ് ഹൈക്കോടതി പറയുന്നത്. കേസിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞിട്ടും 90 ദിവസമായി പ്രതികൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല, വിദ്യാർത്ഥികളാണെന്നും കോടതി പറയുന്നു. അതായത് കേസിന്റെ നിലനിൽപ്പ് തന്നെ ഒരു പക്ഷേ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് സംശയമുണർത്തുന്ന രീതിയിലാണ് ഇതിലെ പരാമർശങ്ങൾ. കാരണം അതിന്റെ മെറിറ്റിലേക്കാണ് കോടതി കയറിയിരിക്കുന്നത്. പ്രതികൾ സിദ്ധാർത്ഥനെ ആത്മഹത്യയിലേക്ക് നയിച്ചതിന് മതിയായ തെളിവുകളില്ല എന്ന് കോടതി പറയുമ്പോൾ അതൊരല്പം ആശങ്ക ഉണർത്തുന്ന കാര്യം തന്നെയാണ്. ശരി ജയ, സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് സിദ്ധാർത്ഥനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് പ്രതിപട്ടികയിലുള്ളവരാണ് എന്നതിന് തെളിവില്ല എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഇതോടെ 19 പ്രതികൾക്കും ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. കർണാടക സർക്കാരിനെ താഴെയിറക്കാൻ കേരളത്തിൽ മൃഗബലി നടന്ന DK ശിവകുമാറിന്റെ ആരോപണത്തെ തള്ളി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ശിവകുമാർ പറഞ്ഞതിന് ഭ്രാന്ത് എന്നല്ലാതെ മറ്റൊരു പദപ്രയോഗമില്ല. ആരോപണത്തിന് K സുധാകരൻ മറുപടി പറയട്ടെ എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ലോകത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന് ഭക്തർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെയുള്ള തൂന്നിയാസം പറഞ്ഞാൽ അതിന് ഭ്രാന്ത് എന്നല്ലാണ്ട് എന്താ പറയുക, എന്ത് പദപ്രയോഗം വേണം? പിന്നെ സുധാകരൻ പറയട്ടെ, എന്നാലും സുധാകരൻ അറിയുന്നതാണല്ലോ. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ മൃഗബലി ആരോപണം തള്ളി TTK ദേവസ്വം. തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിലോ സമീപ ക്ഷേത്രങ്ങളിലോ മൃഗബലിയില്ല. വിവാദത്തിലേക്ക് ക്ഷേത്രത്തിന്റെ പേര് വലിച്ചിഴച്ചത് ഖേദകരമെന്നും ദേവസ്വത്തിന്റെ പ്രതികരണം. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിൻ്റെ ഈ പ്രസ്താവന ശരിക്ക് 100% സത്യവിരുദ്ധമാണ്. രാജരാജേശ്വരി ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു ശത്രുസംഹാര പൂജ അവിടെ ഇല്ല. ആ പരിസരത്ത് എവിടെയും അദ്ദേഹം ആരോപിക്കുന്ന പോലെ ഇങ്ങനെ ആടിനെയും പോത്തിനെയൊക്കെ അറുത്തു എന്ന് പറയുന്നതും ശരിക്കും വാസ്തവവിരുദ്ധ. അവിടെ എവിടെയും അങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മളത് കൃത്യമായിട്ട് അതിൻ്റെ പരിസന്ദേശം അങ്ങനെ ഉണ്ടെങ്കിൽ അത് അറിയാതിരിക്കില്ല. ആരും ഈ ബാഹ്യലോകം അറിയാത്ത ഒരു പരിപാടി നടത്താൻ തളിപ്പറമ്പൊന്നും ഇങ്ങനെ കഴിയില്ല, ഒരു യാഗം നടത്താനൊന്നും കഴിയില്ല. അപ്പോൾ തീർത്തും നിരാശാജനകമായ ഒരു പ്രസ്താവനയായിപ്പോയി. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സജോ, കേരളത്തെ പറ്റി വലിയ ഒരു അപവാദമാണ് DK ശിവകുമാർ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ചുള്ള അദ്ദേഹത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ ദേവസ്വം ഭാരവാഹിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. കണ്ണൂരിലോ മറ്റ് സമീപ പ്രദേശങ്ങളിലോ ഇത്തരത്തിലൊരു പൂജ നടന്നതായി അറിയുകയുമില്ല. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? ഇക്കാര്യത്തിൽ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റിനിടയിൽ പരാമർശിച്ചത് രാജരാജേശ്വരി ക്ഷേത്രത്തെ കുറിച്ച് ഒരു പരാമർശം ഉണ്ടായിരുന്നു. തളിപ്പറമ്പിലെ പ്രധാനപ്പെട്ട ഒരു ആരാധനാലയവും ക്ഷേത്രവുമാണ്. ഇപ്പോൾ ഈ വിഷയത്തിലാണ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ ദേവസ്വം അംഗം തന്നെ പ്രതികരണവുമായി വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ക്ഷേത്രത്തിന്റെ പേര് മൃഗബലി എന്ന സംബന്ധിച്ച് വലിച്ചിഴച്ചത് വളരെ തെറ്റാണ്. ഏതെങ്കിലും തരത്തിലുള്ള മൃഗബലി ക്ഷേത്രത്തിലോ സമീപ ഇടങ്ങളിലോ എവിടെയും നടക്കുന്നതായി അറിയില്ല. ഏതെങ്കിലും യാഗം നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് രഹസ്യമായി നടത്താൻ കഴിയുകയില്ല. ബ്രാഹ്മണ പൂജകൾ മാത്രമാണ് അതായത് തളിപ്പറമ്പ്, തൃച്ചംബരം, കാഞ്ഞിരങ്ങാട് ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ അത്തരം പൂജകളോ മൃഗബലിയോ അങ്ങനെ എന്തെങ്കിലും നടക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പരാമർശം നിരാശാജനകമാണെന്ന് തെറ്റിദ്ധാരണ സൃഷ്ടിക്കും എന്നതാണ് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കാര്യമായി കാണേണ്ടത്. ഇക്കാര്യത്തിൽ അദ്ദേഹം വലിയ തോതിലുള്ള മൃഗബലി നടന്നു എന്ന പരാമർശമാണ് നടത്തുന്നത്. കേരളത്തിലെ കണ്ണൂരിലെ പ്രത്യേകിച്ച് തളിപ്പറമ്പിനോട് സമീപത്താണ്. തളിപ്പറമ്പ്, ഒപ്പം മാടായിക്കാവ് എന്നിവ പരാമർശിക്കുമ്പോഴും എന്നിവ അർത്ഥം വരുന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം ഉണ്ടായത്. പക്ഷേ ആ രൂപത്തിലുള്ള മൃഗബലി ഈ മേഖലയിൽ എവിടെയും നടക്കുന്നില്ല എന്നുകൂടി നിരാകരിക്കുന്നു ദേവസ്വം. ഒപ്പം അത് നാടിനെയും മേഖലയിലെ ക്ഷേത്രങ്ങളെയും ഒക്കെ അപമാനിക്കുന്ന വിധമുള്ള പ്രസ്താവനയായി പോയി എന്ന കുറ്റപ്പെടുത്തലും അവരുടെ പ്രതികരണത്തിലുണ്ട്. സജു ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ KK സജുവിനെ നിയമിച്ചു. നിലവിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവിയാണ്. PA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഗിരീഷ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രവിധ, കണ്ണൂർ സർവകലാശാല VCയുടെ ചുമതലയാണ് കുസാറ്റിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവിയായ ഡോക്ടർ KK സജുവിന് ഇപ്പോൾ ഗവർണർ നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഓർഡിനൻസും ഇറക്കി. ജൂൺ 1 മുതലാണ് ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നതെന്നും വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട്. നേരത്തെ VCയുടെ ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ ബിജോയ് നന്ദന്റെ കാലാവധി അല്ലെങ്കിൽ അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ഡോക്ടർ KK സജുവിനെ ചുമതല നൽകിക്കൊണ്ടുള്ള തീരുമാനം ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. നേരത്തെ ഡോക്ടർ
ഗോപിനാഥ് രവീന്ദ്രൻ സുപ്രീം കോടതി വിധിയോടെ ഒഴിഞ്ഞതിന് ശേഷം കണ്ണൂർ സർവകലാശാലയിൽ സ്ഥിരം VC-മാരില്ല. ഇതിനുള്ള നടപടികൾ ഗവർണർ തുടങ്ങിയെങ്കിലും സർക്കാർ പ്രതിനിധിയെ നൽകാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ താൽക്കാലിക VC-മാർക്ക് ചുമതല നൽകിക്കൊണ്ടുള്ള ഒരു നിയമനമാണ് നൽകുന്നത്. ഇതനുസരിച്ചാണ് ഇപ്പോൾ ഡോക്ടർ KK സാജുവിനെ കണ്ണൂർ സർവകലാശാലയുടെ VC-യുടെ ചുമതല നൽകിയിരിക്കുന്നത്. പ്രവിധ. ശരി. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ KK സജുവിനെ ഗവർണർ നിയമിച്ചു. നിലവിലെ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവിയാണ്. ഇപ്പോൾ കിട്ടിയത് തുടരുന്നു. കോഴിക്കോട് ചേവായൂർ കാളാണ്ടിത്താഴത്ത് ഹോട്ടലിന്റെ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് 2 പേർക്ക് ദാരുണാന്ത്യം. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചേരുന്നു. മിഥില, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് സംഭവിച്ചത്? അല്പസമയം മുമ്പാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട പരിമിതമായ വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ഈ നിമിഷം ലഭ്യമായിട്ടുള്ളത്. ചേവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കാളാണ്ടിത്താഴം എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന അമ്മാസ് ഹോട്ടലിന്റെ വേസ്റ്റ് കുഴി ക്ലീൻ ചെയ്യുന്നതിനായി ഇറങ്ങിയ 2 പേരാണ് ആദ്യം കുഴഞ്ഞു വീഴുകയായിരുന്നു. പിന്നീട് ഫയർഫോഴ്സും പോലീസും ചേർന്ന് ഇവരെ കുഴിയിൽ നിന്നും പുറത്തെടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ പേര് വിവരങ്ങൾ മലയാളികളാണ് എന്നാണ് നമുക്കിപ്പോൾ നിലവിൽ ആശുപത്രിയിൽ നിന്നും ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിവരം. പേരുവിവരങ്ങൾ ലഭ്യമായിട്ടില്ല. വരും മണിക്കൂറുകളിൽ പേരുവിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത്. ആദ്യം ഇവർ കുഴഞ്ഞു വീഴുകയായിരുന്നു. പിന്നീട് പോലീസും നാട്ടുകാരും എല്ലാവരും ചേർന്ന് ഫയർഫോഴ്സും ചേർന്നാണ് ഇവരെ പുറത്തെടുത്തത്. ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാനായിട്ടില്ല. 2 പേരാണ്. ഇവർ ആരെല്ലാമാണ് അത്തരം കാര്യങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. അല്പസമയം മുമ്പാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. 2 പേരുടെയും മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലാണുള്ളത്. എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് എന്നെല്ലാം തന്നെ വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. അല്പസമയം മുമ്പാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. എന്തു തന്നെയായാലും ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. 2 പേർക്കാണ് ജീവൻ നഷ്ടമായിട്ടുള്ളത്. പ്രവിധ. ശരി. കോഴിക്കോട് നിന്നാണ് സങ്കടവാർത്ത വരുന്നത്. ചേയാവൂർ കാളാണ്ടിത്താഴത്ത് ഹോട്ടലിന്റെ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെയാണ് കുഴഞ്ഞു വീണ് 2 പേർ മരിച്ചത്. കാറിൽ സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ച് നിരത്തിലിറക്കിയ വ്ളോഗർ സഞ്ജു ടെക്കിക്കെതിരെ കർശന നടപടിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കേസിന്റെ വിശദാംശങ്ങൾ RTO നാളെ കോടതിക്ക് കൈമാറും. മോട്ടോർ വാഹന വകുപ്പിനെയും മാധ്യമങ്ങളെയും പരിഹസിച്ച് സഞ്ജു ടെക്കി ഇന്ന് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അങ്ങനെ ഗൈസ് നമ്മൾ ഭയങ്കര പോപ്പുലർ ആയിരിക്കണം. താങ്ക്സ് ടു യു ഗൈസ്, എസ്പെഷ്യലി നമ്മുടെ മീഡിയക്കാർക്കാണ് എനിക്ക് വലിയൊരു താങ്ക്സ് പറയാനുള്ളത്. കാരണം ഗൈസ് നിങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്ര റീച്ച് ആകത്തില്ല. TV മാത്രമല്ല ഗൈസ് നമ്മൾ റീച്ച് ആയിട്ടുള്ളത്. ഗൈസ് പത്രം എന്ന് പറഞ്ഞാൽ അവിടെ അത് പത്രത്തിന്റെ അകത്തൊന്നുമില്ല, പത്രത്തിന്റെ ഫ്രണ്ട് പേജ്. അങ്ങനെ വീണ്ടും ഒരു വ്ളോഗ് ഇട്ട് കുടുക്കിലായിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ ഇടപെടൽ കൂടി വരുമ്പോൾ ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ലല്ലോ. പ്രവിധ, ഈ വിഷയം വളരെ ഗുരുതരമായിട്ടാണ്, ഗൗരവമായിട്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ന് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTOക്ക് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതായത് ഈ വ്ളോഗർ സഞ്ജു ടെക്കിക്കെതിരെ എന്തൊക്കെ നടപടികളാണ് എടുത്തിട്ടുള്ളത് എന്നുള്ള വിവരം ഇന്നലെ തന്നെ ചോദിച്ചിരുന്നു. അതിൽ 2 നടപടികളാണ്. ഒന്ന്, വാഹനത്തിന്റെ രജിസ്ട്രേഷൻ, ഈ സഫാരി വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കിയിരുന്നു. ഒപ്പം തന്നെ ഈ വാഹനം ഓടിച്ച സൂര്യനാരായണൻ എന്ന വ്യക്തിയുടെ ലൈസൻസ് 1 വർഷത്തേക്കും റദ്ദ് ചെയ്തിരുന്നു, സസ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷേ ഇത്തരം വ്ളോഗർമാർക്കെതിരെ ഈ നടപടി പോരാ, ശക്തമായ കൂടുതൽ നടപടി വേണം. സംസ്ഥാനത്ത് കഴിഞ്ഞ കാലയളവിൽ തന്നെ, ഈ അടുത്ത കാലയളവിൽ നടന്ന ഇത്തരം സംഭവങ്ങളുടെ ഒക്കെ തന്നെ വിശദാംശങ്ങൾ കൊടുക്കാനും മോട്ടോർ വാഹന വിഭാഗത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മോട്ടോർ വാഹന വിഭാഗം ഈ വിഷയം റിപ്പോർട്ട് ചെയ്യപ്പെട്ട, ഇതിൽ നടപടി എടുത്തിട്ടുള്ള ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO R രമണനാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ സഞ്ജു ടെക്കി ഈ വാഹനത്തിൽ നടത്തിയിട്ടുള്ള പരിഷ്കാരങ്ങൾ, ഇയാൾക്കെതിരെ എടുത്തിട്ടുള്ള നടപടി അല്ലാതെ ഈ വാഹനം നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തിരിക്കുകയാണ്. ഈ വാഹനത്തിൽ നടത്തിയിട്ടുള്ള മറ്റു പരിഷ്കാരങ്ങൾ, അതായത് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന 7 സീറ്റർ വാഹനത്തിലെ മറ്റ് 5 സീറ്റും എടുത്ത് മാറ്റിയ ശേഷമായിരുന്നു ടാർപോളിൻ ഇട്ട് അതിൽ വെള്ളം നിറച്ചുള്ള ഓടുന്ന സമയത്തുള്ള യാത്ര. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രൂപമാറ്റം വരുത്തിയതിനുള്ള നടപടികൾ, അതുപോലെ തന്നെ സമൂഹത്തിൽ തെറ്റായ സന്ദേശം സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുക, പിന്നീട് അതിൽ നടപടി നേരിട്ടതിന് ശേഷം പിന്നീട് വീണ്ടും ആ വീഡിയോ അപ്ലോഡ് ചെയ്യുക, ആ വീഡിയോയിൽ MVDയെയും ഒപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങളെയും മാധ്യമങ്ങളെയും ഒക്കെ തന്നെ പരിഹസിക്കുക. ഇതിൽ ഏറ്റവും ഗൗരവമായി കാണുന്ന വിഷയം 10 ലക്ഷം രൂപ ചെലവിട്ടാൽ പോലും തനിക്ക് കിട്ടാത്ത പ്രശസ്തി, ഈ ഒരു മോട്ടോർ വാഹന വകുപ്പ് സർക്കാരിൻ്റെ ഒരു സംവിധാനം, ഒരു നടപടി എടുത്താൽ അത് തനിക്ക് 10 ലക്ഷം രൂപ പോലും ചെലവിട്ടാൽ പോലും കിട്ടാത്ത പ്രശസ്തിയാണെന്ന് പറയുന്നു. ഒപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഇയാൾക്ക് വേണ്ടി നൽകുന്ന ട്രെയിനിങ്, ഇത്തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസ്സിൽ കഴിഞ്ഞ അടുത്ത 3-ാം തീയതി മലപ്പുറത്ത് വെച്ച് നൽകാൻ തീരുമാനിച്ചിരുന്നു. ഇത് തനിക്ക് കുടുംബത്തോടൊപ്പം പോകാൻ ലഭിച്ച ഒരു ടൂറാണ്. ഈ യാത്രയും ക്ലാസ്സും വെച്ച് താൻ പുതിയ കണ്ടന്റ് നൽകുമെന്നും സഞ്ജു പരിഹസിച്ചുകൊണ്ട്, മാധ്യമങ്ങളെ ആകെ പരിഹസിച്ചുകൊണ്ട്, സർക്കാർ സംവിധാനങ്ങളെ MVDയെ പരിഹസിച്ചുകൊണ്ടാണ് ഇത്തരം വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഇതിന് പിന്നാലെ കൂടുതൽ വിശദാംശങ്ങൾ ആലപ്പുഴയിലെ മോട്ടോർ വാഹന വകുപ്പും ഒപ്പം തന്നെ RTO എൻഫോഴ്സ്മെന്റ്
കൂടി RTO കൂടി ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഹൈക്കോടതിക്ക് നാളെ കൈമാറും. അപ്പോഴായിരിക്കും ഈ വാഹനത്തിനെതിരെയും സഞ്ജു ടെക്കിക്കെതിരെയും സഞ്ജു ടെക്കിയുടെ കൂടെ അന്ന് യാത്ര ചെയ്ത ഡ്രൈവറും ഒപ്പം ഈ സ്വിമ്മിംഗ് പൂളിൽ ഓടുന്ന വാഹനത്തിൽ കുളിച്ച മറ്റ് 3 പേർക്കെതിരെയും നടപടിയെടുക്കുക. കഴിഞ്ഞ 1.5 ആഴ്ച മുമ്പാണ് സഞ്ജു ടെക്കി ഈ രീതിയിൽ തൻ്റെ സഫാരി വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്ത് ആലപ്പുഴ തിരുവല്ല റോഡിൽ ഓടുന്ന സമയത്ത് വാഹനം ഓടിച്ചതും അതിൽ ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ സമ്മർദ്ദം മൂലം പിന്നീട് ആ വാഹനത്തിലെ പിന്നീട് എയർ ബാഗ് പൊട്ടുകയും അതിൻ്റെ ബാക്ക് ഡോർ തുറന്ന് വെള്ളം റോഡിലേക്ക് ഒഴുകുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് ഇയാൾക്കെതിരെ നടപടിയെടുത്തതും പിന്നീട് ഇതിനെയും മാധ്യമങ്ങളെ പരിഹസിച്ചുകൊണ്ട് സഞ്ജു ടെക്കി രംഗത്ത് വരികയും ഇപ്പോൾ ഹൈക്കോടതി കർശനമായി ഇത്തരക്കാർക്കെതിരെ കൂടുതൽ നടപടി വേണമെന്നുള്ള നിർദ്ദേശം മോട്ടോർ വാഹന വകുപ്പിന് നൽകിയിട്ടുള്ളതും. പ്രവിത. ശരി, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. എയർ ഹോസ്റ്റസിനെ ഉപയോഗിച്ച് സ്വർണം കടത്തിയ കേസിൽ മുഖ്യ കണ്ണി പിടിയിലായി. കണ്ണൂർ മട്ടന്നൂർ സ്വദേശി സുഹൈലാണ് DRIയുടെ പിടിയിലായത്. എയർ ഹോസ്റ്റസുമാരെ കാരിയർമാരാക്കി സ്വർണം കടത്തിയതിന് നേതൃത്വം നൽകിയത് ഇയാളാണെന്ന് DRI അറിയിച്ചു. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഇയാൾ ഇതുപോലെ പലതവണ സ്വർണം കടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇയാളിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ടല്ലോ. കേരളത്തിലെ മുഖ്യ കണ്ണി ഇയാളാണ്. പക്ഷേ ഇയാൾക്ക് മറ്റുള്ളവരുമായുള്ള ബന്ധം, ഇയാൾക്ക് പിന്നിലുള്ള വലിയ ലോബി അതെന്താണ്, എല്ലാം അറിയേണ്ടതല്ലേ? എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? നിലവിലിപ്പോൾ DRI ഈ കേസിലെ മുഖ്യ കണ്ണിയായിട്ടുള്ള സുഹൈലിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ മട്ടന്നൂർ സ്വദേശിയാണ് ഇയാളാണ് എയർ ഹോസ്റ്റസ്മാരെ കേരളത്തിൽ ഏകോപിപ്പിച്ചിരുന്നത്. ഇപ്പോൾ ഇയാളെ കോടതിയിൽ ഹാജരാക്കും. ശേഷം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് DRI സംഘത്തിന്റെ നീക്കം. നേരത്തെ അറസ്റ്റിലായ എയർ ഹോസ്റ്റസ് ഏതാണ്ട് 20-ലേറെ തവണ സ്വർണം കടത്തി എന്ന് അവർ തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം പിന്നിൽ നിന്നത് ഈ സുഹൈലാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് സുഹൈലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ചോദ്യം ചെയ്യലിലൂടെ അറിയാം ആരൊക്കെ ഈ ശൃംഖലയിൽ ഇനിയും അംഗങ്ങളായിട്ടുണ്ട് എന്നുള്ളത്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. കുട്ടനാട് പുളിങ്കുന്നൽ വെള്ളം കയറിയ വീട് വൃത്തിയാക്കുന്നതിനിടെ ഗൃഹനാഥൻ ഷോക്കേറ്റ് മരിച്ചു. പുതുവൽ വീട്ടിൽ മണിയനാണ് മരിച്ചത്. വിവരങ്ങളുമായി മനീഷ് മഹിപാൽ ചേരുന്നു. മനീഷ്, എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? പ്രവിത, ഈ അപകടം ഉണ്ടായത് ഇന്നലെ രാത്രിയിലാണ് സംഭവം. പിന്നീട് സ്ഥിരമായി വെള്ളം കയറുന്ന ഒരു വീടായിരുന്നു ഇവരുടേത്. ഈ ഗൃഹനാഥൻ അമനാവള്ളി പുതുവൽ വീട്ടിൽ മണിയന്റെ വീട്, 72 വയസ്സുണ്ട് മണിയന്റെ വീട് ഈ രീതിയിൽ എപ്പോഴും വെള്ളം കയറുന്ന സ്ഥലമായിരുന്നു. ആ വീട്ടിൽ നിന്ന് 100 മീറ്ററോളം മാറി പുതിയ വീട് വെച്ചാണ് കുടുംബം ഇപ്പോൾ താമസിക്കുന്നത്. വെള്ളം കയറിയ വീട്, പഴയ വീട് വൃത്തിയാക്കുവാൻ വേണ്ടി ഇന്നലെ രാത്രിയോടുകൂടിയാണ് മണിയൻ വീട്ടിലെത്തിയത്. പക്ഷേ പോയിട്ടും ഏറെ നേരമായിട്ടും മണിയനെ തിരികെ വീട്ടിലെത്തിയില്ല, കണ്ടില്ല. തുടർന്ന് ഭാര്യ അന്വേഷിച്ചെത്തിയപ്പോഴാണ് മണിയനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ബോഡി മാറ്റിയിട്ടുണ്ട്. പ്രാഥമിക നിഗമനം ഇത് വീട്ടിൽ വെച്ച് തന്നെ ഷോക്ക് അടിച്ച് ഉണ്ടായ അപകടമാണ്. ഗൃഹനാഥന് ഷോക്ക് ഏറ്റു. കാരണം വെള്ളം കയറുന്നത് തന്നെ അവിടുത്തെ മറ്റ് ഇലക്ട്രിസിറ്റിയുടെ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ താറുമാറി കിടക്കുകയായിരുന്നു. അവിടെ ഷോക്ക് ഏറ്റ് മരിച്ചു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇതിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകിയിട്ടുമുണ്ട്. പ്രവിത. ശരി, മഴക്കാലമാണ്. ഇത്തരത്തിൽ വീട് വൃത്തിയാക്കുന്നതിനിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോതമംഗലം മാമലക്കണ്ടത്ത് ജനവാസ മേഖലയ്ക്ക് സമീപം കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. പ്രദേശത്ത് ഫെൻസിംഗ് ഇല്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ഈ മേഖലയിൽ സ്ഥിരമായി ആനകൾ ഇറങ്ങാറുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് ഈ കാട്ടാനക്കൂട്ടം എത്തിയത്? എത്രത്തോളം നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്? പ്രവിത, ഇന്ന് പുലർച്ചെയാണ് മാമലക്കണ്ടം 11-ാം വാർഡിൽ പ്രസാദിന്റെ വീടിന് സമീപമുള്ള കൃഷിയിടത്തിൽ കാട്ടാനക്കൂട്ടം എത്തിയത്. പിന്നീട് വലിയ നാട്ടുകാർ തന്നെ പടക്കം പൊട്ടിച്ചാണ് കാട്ടാനകളെ ഓടിപ്പിച്ചത്. ഇതിനിടയിലാണ് വലിയ കൃഷിനാശം ഈ കാട്ടാനക്കൂട്ടം വിതച്ചത്. നിരവധി തവണ വനം വകുപ്പുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയെങ്കിലും ഇതുവരെ ഇവിടെ ഫെൻസിംഗ് തീർക്കാൻ വനംവകുപ്പ് തയ്യാറായിട്ടില്ല. നിരവധി കുടുംബങ്ങളുണ്ട്. വനം വകുപ്പിന്റെ അനാസ്ഥക്കെതിരെ പരസ്യ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ. ഈ മാമലക്കണ്ടം മേഖലയിൽ കാട്ടാന ശല്യം, പ്രത്യേകിച്ച് ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം അതീവ രൂക്ഷമാണ്. പ്രവിത. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
അതോടെ ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകുന്നു.